അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹ്. എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും സുഖമെന്ന് കരുതുന്നു. അൽഹംദുലില്ലാഹ്. ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് നമുക്കെല്ലാവർക്കും കിട്ടുന്ന ഒരു വലിയൊരു പുണ്യത്തെയാണ്. നമ്മൾ കൺമുന്നിൽ നമ്മുടെ കൈകളിലുണ്ടായിട്ട് ആ ഒരു പുണ്യം നമ്മൾ നഷ്ടപ്പെടുത്തുന്ന ഒരു പുണ്യത്തെക്കുറിച്ച് പറയാനാണ്. ഹജ്ജ് ചെയ്യണം എന്ന് നമ്മളിൽ പലർക്കും ആഗ്രഹമുണ്ടാവും. എങ്കിൽ നമുക്ക് നമ്മുടെ സാമ്പത്തിക ശേഷി കാരണം നമുക്ക് ഹജ്ജിന് പോവാൻ സാധിക്കില്ല. എന്നാൽ നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഹജ്ജിനുള്ള കൂലി കിട്ടുന്ന ഒരുപാട് പ്രവർത്തികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ അറിവിൽ ഉണ്ടായിട്ടും നമ്മൾ പ്രവർത്തിക്കുന്നില്ല എന്നതാണ് സത്യം. നമ്മളിൽ പലരും ഈ ഒരു അവസരം കിട്ടിയിട്ട് അത് നഷ്ടപ്പെടുത്തി കളയുന്ന പലരുമാണ് നമ്മളിൽ പലരുമുള്ളത്. അതുകൊണ്ട് ഞാൻ പറയട്ടെ, നമ്മുടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഒരു കാര്യമാണ് ഹജ്ജ് ചെയ്ത കൂലി നമുക്ക് കിട്ടുന്ന ഒരു കാര്യം. ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക. അതെന്നാന്ന് വെച്ചാൽ നമ്മുടെ മാതാപിതാക്കളെ നമ്മൾ സംരക്ഷിക്കുക. നമ്മുടെ മാതാപിതാക്കളെ നമ്മൾ സംരക്ഷിച്ചാൽ നമുക്ക് 3 കൂലി. അതിൽ ഒന്നാമത്തതാണ് ഹജ്ജ് ചെയ്യുന്നത് പോലെയുള്ള കൂലി. രണ്ടാമത്തത് നമുക്കൊരു ധർമ്മം ചെയ്ത കൂലി കിട്ടും. മൂന്നാമത്തത് നമുക്ക് മാതാപിതാക്കളെ സംരക്ഷിച്ച കൂലി വേറെ തന്നെ കിട്ടും. അതുകൊണ്ട് ആരും ഈ ഒരു കൂലി നഷ്ടപ്പെടുത്തി കളയല്ല. ഇപ്പോൾ എല്ലാവരും മാതാപിതാക്കളെ ഇങ്ങനെ നോക്കാണ്ട് നിൽക്കുന്ന ആളാണ് അധിക പേരുമുള്ളത്. അതുകൊണ്ട് തന്നെ ചുരുക്കം ചിലർ മാത്രം മാതാപിതാക്കളെ നല്ല രീതിയിൽ സംരക്ഷിക്കുന്നവരുമുണ്ട്. എന്നാലും പറയട്ടെ, നമ്മുടെ കൈകളിലുള്ള ഈ ഒരു അവസരം നമ്മൾ പാഴാക്കരുത്. എല്ലാവരും മാതാപിതാക്കളെ നല്ല രീതിയിൽ സ്നേഹിക്കുക, അവരെ നല്ലോണം സംരക്ഷിക്കുക. ഹജ്ജ് ചെയ്ത പ്രതിഫലം നമുക്കും നേടാം. മാതാപിതാക്കൾ എന്ന് പറയുമ്പോൾ നമ്മുടെ 2 മാതാപിതാക്കളുണ്ടാവും. അതായത് ഒരു പെണ്ണിനാണെങ്കിൽ ഭർത്താവിൻ്റെ മാതാപിതാക്കളും ഉണ്ടാവും, സ്വന്തം മാതാപിതാക്കളും ഉണ്ടാവും. ആണിനാണെങ്കിൽ ഭാര്യയുടെ മാതാപിതാക്കളും സ്വന്തം മാതാപിതാക്കളും. 2 പേരെയും നമ്മൾ നല്ല രീതിയിൽ നോക്കണം. നമുക്ക് ഈ ഒരു ഹജ്ജിൻ്റെ പ്രതിഫലം പോലെയുള്ള പ്രതിഫലം വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാം. അള്ളാഹു നമുക്കെല്ലാം തരട്ടെ, അങ്ങനെയുള്ള ഒരു അവസരം തരട്ടെ. അതുപോലെ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മൾ അത് ഉപയോഗപ്പെടുത്തണം ഇൻഷാ അല്ലാഹ്.